അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സുഹൈബ് റൂമി. റോമക്കാരനായ സുഹൈബ് എന്നാണ് അതിൻ്റെ അർത്ഥം. അറബിയും അറബ് വംശജനുമായ സുഹൈബ് എങ്ങനെയാണ് റോമക്കാരനായ സുഹൈബായത്? അതിൻ്റെ പിന്നിലൊരു ചരിത്ര സംഭവമുണ്ട്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാവും ഇറാഖിലേക്ക് യാത്ര പോയപ്പോൾ വഴിയിൽ വെച്ച് റോമക്കാരായ ഒരു സംഘം സൈനികർ അവരെ തടവിലാക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ റോമയുടെ അധീനതയുള്ള പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ റോമയുടെ ദർബാറുകളിലും അവിടുത്തെ ക്രിസ്തീയ മഠങ്ങളിലുമൊക്കെയാണ് സുഹൈബ് റൂമി തൻ്റെ ജീവിതം ചെലവഴിച്ചത്. അവിടെ അദ്ദേഹം കഴിച്ചുകൂട്ടുന്ന കാലത്ത് ക്രിസ്തീയ പുരോഹിതനിൽ നിന്ന് ഒരു സംസാരം കേൾക്കാൻ ഇടയാവുകയാണ്. മക്കയിൽ ഒരാൾ പ്രവാചകനായി ഉദയം ചെയ്യും. യേശുവിൻ്റെ സന്ദേശങ്ങളെയാണ് അദ്ദേഹം സത്യപ്പെടുത്തുക. അദ്ദേഹം അതിനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന വ്യക്തിത്വമാണ്. എല്ലാവരും അദ്ദേഹത്തെ വിശ്വസ്തൻ എന്ന പേരിൽ വിളിക്കും. ഇത് സുഹൈബിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കുറിച്ചിടുകയും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ കാണണമെന്ന ആഗ്രഹം സുഹൈബിൽ ഉണ്ടാവുകയും ചെയ്തു. അതിവിദഗ്ധമായി റോമയുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ മക്കയിൽ എത്തിച്ചേരുകയും ചെയ്തു. മക്കയിൽ കച്ചവടം ആരംഭിച്ചു, ധാരാളം സമ്പാദ്യമുണ്ടാക്കി. ആയിടക്കാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം വിളംബരം ചെയ്യുന്നത്, നുബുവത്തിൻ്റെ വാർത്ത സുഹൈബ് അറിയുന്നത്. ദാറുൽ അർഖമിലേക്ക് ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകനിൽ വിശ്വസിക്കുകയും ചെയ്തു. അതിനുശേഷം ഓരോ നിമിഷങ്ങളിലും പ്രവാചകൻ്റെ സന്തത സഹചാരിയായിരുന്നു സുഹൈബ് റൂമി. മക്കയിൽ ഖബ്ബാബിൻ, അമ്മാർ, ബിലാൽ റളിയല്ലാഹു അൻഹും ഈ സഹാബിമാരുടെ കൂടെ വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഏറ്റുവാങ്ങിയ വ്യക്തിത്വമാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷമാണ് സുഹൈബ് റൂമി മദീനയിൽ എത്തിച്ചേരുന്നത്. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്ത വിവരം അറിഞ്ഞപ്പോൾ ബാക്കിയുള്ള ആളുകൾ മക്ക വിട്ട് മദീനയിൽ പോകാതിരിക്കാൻ ജാഗ്രതയോടുകൂടി എല്ലാ വീടുകളിലും ഖുറൈശികൾ കാവൽ നിൽക്കുകയായിരുന്നു. അതിലവർ പ്രത്യേകം ശ്രദ്ധിച്ച വീടാണ് സുഹൈബ് റൂമിയുടെ വീട്. അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ആളുകളെ നിർത്തിയിരുന്നു. ഒരു നിലക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു അർദ്ധരാത്രി സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി പ്രതിയോഗികൾ അദ്ദേഹത്തെ പിടിക്കുകയും അദ്ദേഹത്തെ വളഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അവരോട് പറയുന്നത്, എൻ്റെ ആവനാഴിയിൽ അവസാന തമ്പ് വരെ നിങ്ങൾക്കെതിരെ ഞാൻ പ്രയോഗിക്കും, ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യും, എന്നിട്ട് ഞാൻ രക്തസാക്ഷിയാവും. എനിക്ക് മദീനയിൽ പോകേണ്ടത് വളരെ അനിവാര്യമാണ്, നിങ്ങൾ എന്നെ തടയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ നീ വന്ന് ദരിദ്രനായിട്ടാണ്, വേറെ ഒരു നാട്ടിൽ നിന്ന് അഭയാർത്ഥിയായി വന്ന ആളാണ്, നിന്റെ സമ്പാദ്യമെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്നുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഈ സമ്പാദ്യം മദീനയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ സമ്പാദ്യം ഇവിടെ വെച്ചാൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അതെ എന്നവർ മറുപടി പറഞ്ഞു. ഉടനെ തൻ്റെ മുഴുവൻ സമ്പാദ്യവും കഅബയുടെ ചാരത്ത് വെച്ച് മദീനയിലേക്ക് സുഹൈബ് റൂമി നടന്നെടുക്കുകയാണ്. മദീനയിലെത്തിയ ഉടനെ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ യഹ്യ, നീ ലാഭകരമായ കച്ചവടം ചെയ്തിരിക്കുന്നു. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വമിനന്നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെ വിറ്റ ആളുകൾ മനുഷ്യരിലുണ്ട് എന്ന് ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു, എല്ലാ ഉടമ്പടികളിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇടത്തും വലത്തും മുന്നിലും പിന്നിലുമായി എല്ലാ സന്ദർഭങ്ങളും നിലയുറപ്പിക്കാൻ സാധിച്ചു എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു വ്യക്തിത്വമാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ കുത്തേറ്റ് പള്ളിയിൽ വീഴുന്ന ആ സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഇമാമ് നിൽക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുന്നത് സുഹൈബ് റൂമിയാണ്. വളരെ പ്രസിദ്ധനായ വ്യക്തിത്വമാണ്, ദാനശീലനാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. പ്രവാചകൻ്റെ സന്തത സഹചാരിയായി ജീവിക്കുകയും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലയളവിൽ അള്ളാഹുവിലേക്ക് യാത്ര പോവുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ജീവിതമാണ് സുഹൈബ് റൂമിയുടേത്. ത്യാഗനിർഭരമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ ജീവിതത്തിന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.